നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യൂട്യൂബിൽ പുതിയ 3 അപ്ഡേറ്റ്സ് കൂടെ വന്നിട്ടുണ്ട്. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ്സുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ അപ്ഡേറ്റ് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ടാബുമായിട്ട് ബന്ധപ്പെട്ടാണ്. കമ്മ്യൂണിറ്റി ടാബിൽ നമുക്ക് ഒരേ സമയം മൾട്ടിപ്പിൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും, പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം അതിൻ്റെ ഒരു ലിമിറ്റ് 5 ഫോട്ടോസ് നമുക്ക് ഒരേ സമയം അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ യൂട്യൂബ് ഒരു മാറ്റം വരുത്തിയാണ്. ഇനി മുതൽ നമുക്ക് ഒരേ സമയം 10 ഫോട്ടോകൾ കമ്മ്യൂണിറ്റിയിൽ, അതായത് ആ പോസ്റ്റ് എന്ന് പറയുന്ന ടാബിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരേ സമയം 10 ഫോട്ടോകൾ ഒരുമിച്ച് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് കാണാനും സാധിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ആളുകൾ കൂടുതൽ എൻഗേജ്ഡ് ആകണം, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു ഫീച്ചറിനെ മാക്സിമം യൂട്യൂബ് ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 5 ഫോട്ടോ എന്നുള്ളത് 10 ഫോട്ടോ ആക്കിയത്. അതായത് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ ഫോട്ടോസും പറ്റും. അത് ആളുകൾ കൂടുതൽ യൂസ് ചെയ്യണം, ആളുകൾ കാണണം. അതിനുവേണ്ടി യൂട്യൂബ് ഈ ഒരു ഫീച്ചറിനെ മാക്സിമം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് നിങ്ങളുടെ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ ഒന്ന് ഇട്ട് നോക്കുക. നല്ല രീതിയിൽ യൂട്യൂബിന്റെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നീ കയറിക്കോ, കയറുവാനൊക്കെ ആ ബൈൻഡ് ചെയ്തിട്ട് ഫെല്ലോ ടേപ്പ് തപ്പി അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാം. ഓക്കെ, എന്നാൽ ഇത് അടച്ചേരെ. ഇല്ല കേട്ടോ, ഞാൻ എവിടാണോ പറഞ്ഞത്. യൂട്യൂബിൽ ഏതെങ്കിലും ഒരു ഫീച്ചർ കുറച്ച് പോപ്പുലർ ആക്കണമെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീച്ചറിൽ വർക്ക് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന്റെ കണ്ടന്റും നല്ല രീതിയിൽ റീച്ചിലേക്ക് പോകും. ഉദാഹരണത്തിന് ഈ ഷോർട്ട് വീഡിയോസ് ഒക്കെ തുടക്കത്തിൽ ഇട്ട് തുടങ്ങിയവർക്കൊക്കെ നല്ല റീച്ച് കിട്ടിയിരുന്നു. അതിന്റെ കാരണം യൂട്യൂബ് മാക്സിമം യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് ബൂസ്റ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഫീച്ചർ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെഡ് ആയി കിടക്കുന്ന കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾക്കൊന്ന് ആക്റ്റീവ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ്, നിങ്ങൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ യൂട്യൂബിന്റെ ഷോർട്ട് സെക്ഷനിലേക്ക് വരാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റൂടെ ചെയ്യുക. അതായത് ഈ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബിൻ്റെ ഷോർട്ട് സെക്ഷൻ ഓപ്പൺ ആക്കിയിട്ട് അവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഗാലറിയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന ഒരു ഫോട്ടോ. ആ ഒരു ഫോട്ടോയെ നമുക്ക് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. AI ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ആ കൺവേർട്ട് ചെയ്യുന്നതിന് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ ആ ഫോട്ടോയെ മാറ്റേണ്ടത് ആ രീതിയിൽ നമുക്ക് ആ ഫോട്ടോയെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഷോർട്ടായിട്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഫോട്ടോയിൽ നിന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് നമുക്ക് യൂട്യൂബ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ കൂടെ യൂട്യൂബിലേക്ക് വരാനായിട്ട് പോവുകയാണ്. ഇത് കുഴപ്പമില്ലാത്തൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒത്തിരി വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ വയ്യാത്തവർക്ക് ചെറിയ പ്രോംപ്റ്റുകൾ കൊടുത്തുകൊണ്ട് ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. എന്താണോ എന്തോ എനിക്കറിയത്തില്ല, യൂട്യൂബ് ഇങ്ങനെ ഓരോ അപ്ഡേറ്റുകൾ ഓരോ ദിവസം കൊണ്ടുവരുന്നുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ്, നമ്മുടെ വീഡിയോയിൽ മൾട്ടി ലാംഗ്വേജ് ഓഡിയോ നമുക്ക് ആഡ് ചെയ്യാം. AI ത്രൂ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഫീച്ചറുണ്ട്. ഈ ഒരു ഫീച്ചർ നമ്മുടെ വീഡിയോയിൽ എനേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊന്ന് ട്രിം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ ട്രിം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കാര്യം പലരും ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പക്ഷേ ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടി പറയാം, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് മൾട്ടി ലാംഗ്വേജ് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ട്രിം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം യൂട്യൂബ് ഈ ഒരു കാര്യത്തിനോടൊരു പരിഹാരം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അല്ല, ഈ വർഷം അവസാനത്തോടെ നമുക്ക് ഈ പറയുന്ന മൾട്ടി ലാംഗ്വേജ് ഓഡിയോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ വീഡിയോയിൽ നമുക്ക് ട്രിം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഫീച്ചറൂടെ യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് 3 അപ്ഡേറ്റ്സ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ അപ്ഡേറ്റ് ഏതാണെന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അപ്ഡേറ്റ്, ഷോർട്സിൽ ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് അത് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഉണ്ടല്ലോ, അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. എന്നിട്ട് വീഡിയോ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.